നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ആരോഗ്യമന്ത്രിയെ KSU പ്രവർത്തകർ ആക്രമിച്ചു എന്നത് പച്ചക്കള്ളമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വനിതാ മന്ത്രിയെ ആക്രമിക്കുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അഭിപ്രായപ്പെട്ടു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു MV ഗോവിന്ദൻ മാസ്റ്റർ. ചെങ്ങന്നൂർ KSRTC ബസ് ടെർമിനൽ യാഥാർത്ഥ്യമാകുന്നതോടെ ശബരിമല തീർത്ഥാടകർക്ക് മികച്ച സൗകര്യങ്ങൾ ലഭിക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. അഭിഭാഷക സംരക്ഷണ നിയമം UDF പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി നിയമമാക്കണമെന്ന് ലോയേഴ്സ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശന് നിവേദനവും കൈമാറി. പുതുയുഗ യാത്രയുടെ ഭാഗമായി ആലപ്പുഴയിൽ വിവിധ മേഖലകളിലുള്ളവരുമായി പുതുയുഗ സംവാദം സംഘടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ അധ്യക്ഷതയിൽ ആലപ്പുഴയിലാണ് യോഗം നടന്നത്. സിവിൽ സർവീസിലേക്ക് കൂടുതൽ യുവജനങ്ങൾ കടന്നുവരുന്നത് ഗുണകരമാണെന്ന് മന്ത്രി ഡോക്ടർ R ബിന്ദു. കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി ഉപകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വാർത്തകൾ വിശദമായി. ആരോഗ്യമന്ത്രിയെ KSU പ്രവർത്തകർ ആക്രമിച്ചു എന്നത് പച്ചക്കള്ളമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ ആരോഗ്യമന്ത്രിയെ KSU പ്രവർത്തകർ ആക്രമിച്ചുവെന്ന പച്ച നുണയാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ ആരോഗ്യമന്ത്രിയെ KSU പ്രവർത്തകർ ആക്രമിച്ചു എന്നുള്ള പച്ചക്കള്ളം വ്യാപകമായി പ്രചരിപ്പിക്കുകയും അതിൻ്റെ പുറകിൽ സംസ്ഥാനത്തുടനീളം വ്യാപകമായ അക്രമങ്ങൾ അയച്ചുവിടുകയും ചെയ്യാം. മാധ്യമപ്രവർത്തകർക്ക് അറിയാം, പോലീസിനറിയാം, റെയിൽവേ പോലീസിനറിയാം, ദൃക്സാക്ഷികൾക്കറിയാം. ഇവരുടെ അടുത്തുപോലും ഈ പ്രകടനക്കാരെത്തിയിട്ടില്ല. 4 പേരോ 5 പേരോ ആണ് ആകെ ഉണ്ടായിരുന്നത്. അവരെ അപ്പം തന്നെ പോലീസ് വളഞ്ഞവരെ കൊണ്ടുപോയി. ആരോഗ്യമന്ത്രിയുടെ സമീപത്തേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയ ഒരാളും പോയിട്ടില്ല. അവരാണ് ക്രൂദ്ധയായി വെല്ലുവിളിച്ചുകൊണ്ട് ഓടിയത്. സത്യത്തിൽ അവിടെ ഒരു പിടിവലി ഉണ്ടായത് പോലീസും ആരോഗ്യമന്ത്രിയാണ്. ആരോഗ്യമന്ത്രി ഈ KSUക്കാരുടെ അടുത്തേക്ക് പാഞ്ഞു പോകുന്നത് തടയാൻ ശ്രമിച്ചത് പോലീസാണ്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന വനിതാ പോലീസ് ഓഫീസറും മറ്റു ഓഫീസർമാരും വളരെ പണിപ്പെട്ടിട്ടാണ് ശ്രമിച്ചിട്ടാണ് ആരോഗ്യമന്ത്രിയുടെ രോഷം അടക്കിയത്. ഇതിന്റെ ആരോഗ്യമന്ത്രിയെ ആക്രമിച്ചു എന്ന പേരിൽ സംസ്ഥാനത്താകമാനം ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരിക്കുകയാണ് CPM എന്നും റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രി എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർ, റെയിൽവേ പോലീസ്, മറ്റ് സുരക്ഷാ ജീവനക്കാർ, ട്രെയിൻ യാത്രക്കാർ അടക്കം സംഭവത്തിന്റെ സത്യാവസ്ഥ അറിയാമെന്നും പ്രതിഷേധത്തിനെത്തിയ ഒരു പ്രവർത്തകൻ പോലും മന്ത്രിയുടെ അടുത്തേക്ക് ചെന്നിട്ടില്ല എന്ന് മാത്രമല്ല, മന്ത്രിയാണ് പ്രവർത്തകർക്ക് നേരെ ആക്രോശിച്ച് ചെല്ലുന്നതെന്നും പുറത്തുവന്ന ദൃശ്യത്തിൽ നിന്നും വ്യക്തമാണെന്നും VD സതീശൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ KSU പ്രവർത്തകർക്ക് നേരെ ചെല്ലുന്ന മന്ത്രിയെ തടയുന്നതും ബലപ്രയോഗം നടക്കുന്നതും പോലീസുമായിട്ടാണെന്നും ദൃശ്യത്തിൽ വ്യക്തമാണെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. വനിതാ മന്ത്രിയെ ആക്രമിക്കുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അഭിപ്രായപ്പെട്ടു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണെങ്കിലും ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമാണ് ഒരു വനിതാ മന്ത്രിയെ കടന്നാക്രമിച്ചതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അഭിപ്രായപ്പെട്ടു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യ സമൂഹത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ ഇന്നേ വരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു വനിതാ മന്ത്രിയെ കയ്യേറ്റം ചെയ്ത് കടന്നാക്രമിച്ച് കൊല്ലാൻ ശ്രമിക്കുക എന്നുള്ളത് അപൂർവ സംഭവമാണ്. അങ്ങനെ സംഭവിച്ചില്ല ഇവിടെ. അങ്ങനെ ഒരു സംഭവം ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും ഫലപ്രദമായ രീതിയിലുള്ള ജനകീയ പ്രതിരോധം തീർത്തുകൊണ്ട് മാത്രമേ ഇതിനെ പ്രവർത്തകരെ തടഞ്ഞു എന്നുള്ളതും ദൃശ്യങ്ങളിൽ എവിടെയും ഈ KSU പ്രവർത്തകർ മന്ത്രിക്ക് അടുത്തേക്ക് എത്തുന്നില്ല എന്നുള്ളതുമാണ് പറയുന്നത്. അത് പറയുന്നതല്ലേ, സ്വാഭാവികമായിട്ടും ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണ്. അവിടെ കയറി അക്രമം നടത്തി എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ചതാണ്. നല്ലപോലെ സൂക്ഷിച്ച് ലക്ഷ്യം നോക്കാം. പോലീസിന് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? എന്തായാലും ചോദിക്കാൻ കാരണം അക്രമികൾ വന്ന് ആക്രമിക്കുമ്പോൾ ആ അക്രമത്തെ മുഴുവൻ ലോകത്ത് എവിടെയെല്ലാം എന്തെല്ലാം സംഭവം നടക്കുന്നുണ്ട്, അവിടെയൊക്കെ പോലീസ് ഉള്ളതുകൊണ്ടാണോ?
ഇത്തരത്തിൽ വനിതകളായ മന്ത്രിമാർക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ജനകീയ പ്രതിരോധങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണെന്നും KSU പ്രവർത്തകർ മന്ത്രിക്കരികിൽ പോലും എത്തിയില്ല എന്ന് പറയുന്നത് ആക്രമത്തെ ന്യായീകരിക്കാനാണെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. ചെങ്ങന്നൂർ KSRTC ബസ് ടെർമിനൽ യാഥാർത്ഥ്യമാകുന്നതോടെ ശബരിമല തീർത്ഥാടകർക്ക് മികച്ച സൗകര്യങ്ങൾ ലഭിക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടു. ചെങ്ങന്നൂർ KSRTC ബസ് ടെർമിനൽ യാഥാർത്ഥ്യമാകുന്നതോടെ ശബരിമല തീർത്ഥാടനകാലത്ത് അയ്യപ്പ ഭക്തർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് വലിയ പരിഹാരമാകുമെന്ന് സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. ചെങ്ങന്നൂർ KSRTC ബസ് ടെർമിനലിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശബരിമല സീസൺ വരുമ്പോൾ കൊട്ടാരക്കരയേക്കാൾ തൃശ്ശൂരിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു യാത്രാ കേന്ദ്രമായി മാറുന്ന ഒരു സ്ഥലമാണ് ചെങ്ങന്നൂർ. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം യാത്രക്കാർ വരികയും ട്രെയിനിൽ വരികയും ഇവിടുന്ന് ബസ്സിൽ ശബരിമലയ്ക്ക് പോവുകയും ചെയ്യുന്ന ഒരു സെക്ടറാണ് ചെങ്ങന്നൂരിൽ നിന്ന് ശബരിമലയ്ക്കുള്ള പമ്പയിലേക്കുള്ള യാത്ര. ആ സമയത്ത് അയ്യപ്പന്മാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതിനെല്ലാം പരിഹാരമായി മാറുവാൻ ഈ ബസ് ടെർമിനൽ കഴിയും എന്നതാണ് ഇതിൻ്റെ പ്ലാനിൻ്റെ പ്രത്യേകത. അനേകം അയ്യപ്പന്മാർക്ക് വിരിവെച്ച് കിടക്കാൻ സൗകര്യമുള്ള ആവശ്യത്തിന് ടോയ്ലറ്റ് സൗകര്യങ്ങളുമൊക്കെയുള്ള ഒരു വലിയ ബസ് ടെർമിനൽ 13.5 കോടി എന്ന് പറയുന്ന ചെറിയ സംഖ്യയല്ല. കൊട്ടാരക്കര ബസ് സ്റ്റേഷനും പൊളിച്ചു പണിയാണ്. അതിനും ചിലവാക്കുന്നത് ഏതാണ്ട് 11.5 കോടി രൂപയാണ്. ഇത് അതിനേക്കാൾ കൂടുതലാണ്. 13.5 കോടി രൂപ MLAയുടെ ഫണ്ടും അദ്ദേഹത്തിൻ്റെ 4.5 കോടിയും ബാക്കി സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നുള്ള ഫണ്ടും ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോഴങ്ങനെയില്ല. 13.5 കോടി ചിലവഴിക്കുമ്പോൾ GST പോകുന്നതൊഴിച്ചാൽ, നികുതി കൊടുക്കുന്നതൊഴിച്ചാൽ ബാക്കി മുഴുവൻ പൈസയും PWD ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടില്ല. അത് കെട്ടിടത്തിൽ കാണാൻ പറ്റും. PWDക്ക് KSRTCയുടെ വർക്ക് ചെയ്യുന്നതിന് സെൻറ്റേജ് ചാർജുകളില്ല. PWD ബിൽഡിങ്സിന് അത് ഞാനും മുഹമ്മദ് റിയാസും കൂടി ഇരുന്ന് എടുത്ത ഒരു തീരുമാനമാണ്. KSRTCയുടെ എല്ലാ വർക്കുകളും ഇപ്പം ചെയ്യുന്ന PWD ആണ്. യാർഡുകൾ കോൺക്രീറ്റ് ചെയ്യുന്നതും കെട്ടിടങ്ങൾ പണിയുന്നതും എല്ലാ വർക്കുകളും ഇപ്പോൾ ഒരുപാട് വർക്കുകൾ PWD തന്നെ ഡിസൈൻ ചെയ്ത വർക്കാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് എണ്ണി നോക്കിയാൽ ആറ്റിങ്ങൽ ബലമുള്ള കെട്ടിടങ്ങൾ, ചോരാത്ത കെട്ടിടങ്ങൾ. ഇപ്പോൾ ഈ കെട്ടിടം തന്നെ ഒരു സാങ്കേതികമായി എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ വശക്കേടായ സ്ഥലത്താണ് നിൽക്കുന്നത്. ഇത് ഈ ഇത്രയും മനോഹരമായ ചെങ്ങന്നൂരിലെ ഈ ലാൻഡിനെ മിസ്യൂസ് ചെയ്യുന്ന തരത്തിലാണ് ഈ കെട്ടിടം നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ പുതിയ കെട്ടിടം അങ്ങനെയല്ല, അവിടെയാണ് വരുന്നത്. ആ കെട്ടിടത്തിന് വളരെ മനോഹരമായ സംവിധാനങ്ങളുണ്ട്, അതിന് മനോഹരമായ രൂപകൽപ്പനയുണ്ട്. KSRTCയുടെ സ്ഥിരം കെട്ടിടങ്ങൾ ഇതുപോലെ പെട്ടി പോലെയാണ് ഉണ്ടാക്കി വയ്ക്കുന്നത്. ഇപ്പോൾ അത് മാറി. തിരുവനന്തപുരം കൊട്ടാരക്കര ചെങ്ങന്നൂർ ചങ്ങനാശ്ശേരി വരുന്ന നിങ്ങൾ കാണണം, ഒരു കൂണിങ്ങനെ മുളച്ച് നിൽക്കുന്ന പോലെ മനോഹരമായ കാനോപ്പിയാണ് അതിന് മേളിൽ. ഇവിടെയും അതുപോലെ വേറൊരു മനോഹരമായ മറ്റൊരു രൂപത്തിലാണ്. ഈ കാണുന്ന പോലെ പെട്ടി പോലൊരു കെട്ടിടമല്ല. 13.5 കോടി ചിലവാക്കിയിട്ട് ഈ ഒരു പെട്ടി പോലൊരു സാധനം അങ്ങനെയല്ല. കൊട്ടാരക്കര എന്ന ബസ് സ്റ്റേഷൻ അതിമനോഹരമായ ബസ് സ്റ്റേഷനാണ്. തൃശ്ശൂരിലെ ബസ് സ്റ്റേഷൻ അതിമനോഹരമാണ്. PWD കേരളത്തിലെ PWD ഇന്ന് വരെ വരച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഡിസൈനുകളാണ് ഇപ്പോൾ വരച്ചിരിക്കുന്നത്. വളരെ വേഗത്തിൽ ഈ ഒരു വർക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പല വർക്കുകളും നമ്മൾ ടെക്നിക്കൽ സാങ്ഷനിലെത്തി ടെൻഡറിലേക്ക് പോകുന്ന സമയത്താണ് കല്ലിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സർക്കാരിൻ്റെ ഒരു നേട്ടമാണ്. കാരണം പിണറായി വിജയൻ നയിക്കുന്ന ഇടതുമുന്നണി സർക്കാർ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ പ്ലാൻ ചെയ്തതായ വർക്കുകളാണ്. കഴിഞ്ഞ 2 വർഷം കൊണ്ട് അതിനെ നമ്മൾ പ്രാവർത്തികമാക്കി കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഏതാണ്ട് 8ഓളം ബസ് സ്റ്റേഷനുകൾ നമുക്ക് നവീകരിക്കാൻ കഴിയുകയാണ് പരിപൂർണമായി. ഇതിനെല്ലാം സർക്കാർ പണം അനുവദിച്ചിരിക്കുകയാണ്. നിരവധി അയ്യപ്പന്മാർക്ക് വിരിവെച്ച് കിടക്കാനുള്ള ഇടങ്ങളും ശുചിമുറി അടക്കമുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കുമെന്നും നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ബസ് സ്റ്റേഷനുകളിൽ ഒന്നായി ചെങ്ങന്നൂർ ബസ് സ്റ്റേഷൻ മാറുമെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റംല ബിവി റിപ്പോർട്ട് അവതരിപ്പിച്ചു. KSRTC മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ PS പ്രമോദ് ശങ്കർ, MH റഷീദ്, N സുധാമണി, G വിവേക്, PM ഷറഫ് മുഹമ്മദ്, കൗൺസിലർമാരായ PK അനിൽകുമാർ, റജി കാഞ്ഞിക്കൽ, P വിജയകുമാരി, KSRTC DDO K സുരേഷ് കുമാർ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. അഭിഭാഷക സംരക്ഷണ നിയമം UDF പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി നിയമമാക്കണമെന്ന് ലോയേഴ്സ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശന് സംഘടനയുടെ നേതാക്കൾ നിവേദനവും സമർപ്പിച്ചു. അഭിഭാഷക സംരക്ഷണ നിയമം UDFന്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി അത് നിയമമാക്കി കൊണ്ടുവരണമെന്ന് ലോയേഴ്സ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലയിൽ നിന്നുള്ളവരുമായുള്ള സംവാദ പരിപാടിക്കിടെയാണ് ലോയേഴ്സ് കോൺഗ്രസ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഇത് സംബന്ധിച്ച് പ്രത്യേക നിവേദനവും ലോയേഴ്സ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് S ഗോപകുമാർ,
VD സതീശന് കൈമാറി. അഭിഭാഷകരുടെ സംരക്ഷണ നിയമം UDFന്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി അത് നിയമമാക്കി കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വളരെ അനുഭാവപൂർവ്വം അത് പരിഗണിക്കാം എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുള്ള കാര്യമാണ്. ഒപ്പം ജൂനിയർ അഭിഭാഷകരുടെ സ്റ്റൈഫൻഡ്, ക്ഷേമനിധി തുക 30 ലക്ഷമാക്കി ഉയർത്തുക, ഇങ്ങനെ തുടങ്ങി 12 ആവശ്യങ്ങൾ ഞങ്ങൾ പ്രതിപക്ഷ നേതാവിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന് UDF ഗവൺമെൻറ് വരുമ്പോൾ ഈ അഭിഭാഷക സംരക്ഷണ നിയമം പാസ്സാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്നും പ്രതിപക്ഷ നേതാവ് ഞങ്ങൾക്ക്. സംഘടനയെ പ്രതിനിധീകരിച്ച് ബാർ കൗൺസിൽ അംഗം S. സുദർശനകുമാർ, ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ വിഷ്ണുരാജ് സുഗതൻ, K. ജയകുമാർ, P. സമീർ, A. പ്രിയ അരുൺ, മിജി S. മണി എന്നിവരും സന്നിഹിതരായിരുന്നു. പുതിയുഗ യാത്രയുടെ ഭാഗമായി ആലപ്പുഴയിൽ വിവിധ മേഖലകളിലുള്ളവരുമായി പുതിയുഗ സംവാദം സംഘടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതിയുഗ യാത്രയുടെ ഭാഗമായി ആലപ്പുഴയിൽ വിവിധ മേഖലകളിലുള്ളവരുമായി പുതിയുഗ സംവാദം സംഘടിപ്പിച്ചു. ശവക്കോട്ടപ്പാലത്തിന് സമീപം കല്യാണി ഹാളിലായിരുന്നു വിവിധ മേഖലയിലുള്ള പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവുമായി സംവാദ പരിപാടി സംഘടിപ്പിച്ചത്. കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹികക്ഷേമമടക്കം വിവിധ വിഷയങ്ങൾ സംവാദത്തിൽ ചർച്ചയായി. DCC പ്രസിഡന്റ് B. ബാബു പ്രസാദ്, KPCC ഉപാധ്യക്ഷൻ A. ഷുക്കൂർ, അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ, ഷാജി മോഹൻ, AM നസീർ, അഡ്വക്കേറ്റ് B. രാജശേഖരൻ, MJ ജോബ്, KP ശ്രീകുമാർ, മറ്റ് UDF നേതാക്കൾ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സിവിൽ സർവീസിലേക്ക് കൂടുതൽ യുവജനങ്ങൾ കടന്നുവരുന്നത് ഗുണകരമാണെന്ന് മന്ത്രി ഡോക്ടർ R. ബിന്ദു അഭിപ്രായപ്പെട്ടു. കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി ഉപകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സിവിൽ സർവീസിലേക്ക് കൂടുതൽ യുവജനങ്ങൾ കടന്നുവരുന്നത് കേരളത്തെ സംബന്ധിച്ച് വളരെ ഗുണകരമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു അഭിപ്രായപ്പെട്ടു. കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ ഉപകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നൽകുന്ന മന്ത്രിയുമായ ബഹുമാന്യനായ ശ്രീ സജി ചെറിയാൻ അവർകളെ, CCEKയുടെ ഡയറക്ടർ ബഹുമാന്യയായ ശ്രീമതി ഇഷിത റോയ്, ചടങ്ങിൽ പങ്കെടുക്കുന്ന മറ്റ് ബഹുമാന്യരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, സെൻറ്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ കേരള എന്ന ഗവൺമെൻറ് സ്ഥാപനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ ചെങ്ങന്നൂർ ഉപകേന്ദ്രം നിങ്ങളേവരെയും പ്രതിനിധീകരിച്ച് ഉദ്ഘാടനം ചെയ്തതായി സസന്തോഷം അറിയിക്കട്ടെ. സിവിൽ സർവീസ് അക്കാദമി സ്ഥാപിതമായത് ഓൾ ഇന്ത്യ സിവിൽ സർവീസിൽ മലയാളികളുടെ പ്രാതിനിധ്യം വളരെ ചുരുങ്ങിയിരിക്കുന്നു എന്ന് കണ്ടുകൊണ്ടാണ്. സിവിൽ സർവീസ് അക്കാദമിയുടെ രൂപീകരണത്തിന് ശേഷം വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇന്ന് അഭിനന്ദനീയമായ നിലയിൽ കേരളത്തിൽ നിന്നുള്ള പ്രാതിനിധ്യം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. സിവിൽ സർവീസ് അക്കാദമിയുടെ രൂപീകരണത്തിന് ശേഷം വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇന്ന് അഭിനന്ദനീയമായ നിലയിൽ കേരളത്തിൽ നിന്നുള്ള പ്രാതിനിധ്യം വർദ്ധിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ചുരുങ്ങിയ ചെലവിൽ ഏറ്റവും മികച്ച സിവിൽ സർവീസ് പരിശീലനം സാധ്യമാക്കുകയാണ് സിവിൽ സർവീസ് അക്കാദമിയുടെ പ്രഥമ ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായി. മനീഷ് കീഴാമഠത്തിൽ, N. സുധാമണി, G. വിവേക്, ശോഭ വർഗീസ്, റിജോ ജോൺ, സൂസമ്മ ഇബ്രഹാം, സവിത, ഇഷ്ത റോയി, പ്രമീള മനോജ്, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആരോഗ്യമന്ത്രിയെ KSU പ്രവർത്തകർ ആക്രമിച്ചു എന്നത് പച്ചക്കള്ളമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വനിതാ മന്ത്രിയെ ആക്രമിക്കുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അഭിപ്രായപ്പെട്ടു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു MV ഗോവിന്ദൻ മാസ്റ്റർ. ചെങ്ങന്നൂർ KSRTC ബസ് ടെർമിനൽ യാഥാർത്ഥ്യമാകുന്നതോടെ ശബരിമല തീർത്ഥാടകർക്ക് മികച്ച സൗകര്യങ്ങൾ ലഭിക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. അഭിഭാഷക സംരക്ഷണ നിയമം UDF പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി നിയമമാക്കണമെന്ന് ലോയേഴ്സ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശന് നിവേദനവും കൈമാറി. പുതിയുഗ യാത്രയുടെ ഭാഗമായി ആലപ്പുഴയിൽ വിവിധ മേഖലകളിലുള്ളവരുമായി പുതിയുഗ സംവാദം സംഘടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ അധ്യക്ഷതയിൽ ആലപ്പുഴയിലാണ്
യോഗം നടന്നത്. സിവിൽ സർവീസിലേക്ക് കൂടുതൽ യുവജനങ്ങൾ കടന്നുവരുന്നത് ഗുണകരമാണെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി ഉപകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.